പല പ്രവചനങ്ങളും പലപ്പോഴും സത്യമാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായ സമയത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ജ്യോതിഷി ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അത് യാഥാർത്ഥ്യമായത് നമ്മൾ കണ്ടതാണ്. പഹൽഗാമിലെ ഭീകരാക്രമണം, പിന്നീട് ഇന്ത്യ നൽകിയ തിരിച്ചടി, അതിൽ ഇന്ത്യയുടെ വിജയം, സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുമെന്ന് പറഞ്ഞത്, അങ്ങനെ പല പ്രവചനങ്ങളും സത്യമായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ സത്യമാവാത്ത പ്രവചനങ്ങളുമുണ്ട്. ചിലർ പ്രവചിച്ചത് 2021 രാജ്യം വലിയ നേട്ടങ്ങൾ കൊയ്യും, വലിയ ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രളയവും മറ്റു പല സംഭവങ്ങളും ഉണ്ടായത്. അങ്ങനെ പ്രവചനങ്ങൾ ചിലപ്പോൾ സത്യമായി മാറാം, ചിലപ്പോൾ അസത്യവുമായി മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 2025 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യയുടെ വിമാനം. ഈ വിമാനം തകരുമെന്ന് ഒരാഴ്ച മുൻപ്, അതായത് ഒരു വിമാന ദുരന്തം ഇന്ത്യയിൽ നടക്കുമെന്ന് ഒരാഴ്ച മുൻപ് പ്രവചിച്ച ഒരു ജ്യോതിഷി നമുക്കിടയിലുണ്ട്. ആ ജ്യോതിഷിയുടെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നത്. വൻ ദുരന്തങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രവചിച്ചതാണ് എന്ന അവകാശവാദവുമായി പല ജ്യോതിഷികളും രംഗത്തെത്താറുണ്ട്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് വൻ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുൻപ് ഒരു ഇന്ത്യൻ ജ്യോതിഷി ഒരു വിനാശകരമായ വിമാനാപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ അസ്ട്രോ ശർമിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിഷി കഴിഞ്ഞ വർഷമാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. 2025 വിമാന അപകട വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിച്ചേക്കാം എന്നായിരുന്നു ഇവർ പ്രവചിച്ചത്. അതിനിടെ കഴിഞ്ഞ ആഴ്ച സമൂഹ മാധ്യമമായ എക്സിൽ അവർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2025 ഒരു വൻ വിമാന അപകടം ഉണ്ടാകും എന്നാണ് അവർ ആവർത്തിക്കുന്നത്. തന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായാണ് അവർ അവകാശപ്പെടുന്നത്. ഈ മാസം 5-നാണ് അവർ വീണ്ടും ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്നലെ വിമാന അപകടത്തെ തുടർന്ന് ഇവരുടെ പ്രവചനം വൈറലായി മാറിക്കഴിഞ്ഞു. ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വീണ്ടും ഞങ്ങളുടെ കൃത്യത തെളിയിച്ചിരിക്കുന്നു എന്നാണ്. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു എന്നാണ്. വിമാന അപകടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രവചനം കേട്ട് ഞാൻ സ്തബ്ധനായി ഇരുന്നു പോയി എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരാൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവചനം എപ്പോഴും ഇത്ര കൃത്യമാകുന്നത് എങ്ങനെയാണ്? അഹമ്മദാബാദിൽ വിമാനം തകർന്നടിയുന്നതിന് തൊട്ടു പിന്നാലെ ഇവരുടെ പ്രവചനം വലിയ തോതിൽ വൈറലാവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ വിമാനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. യന്ത്ര തകരാറാണോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിലേക്ക് നയിച്ചത്? അതൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ സന്ദർശനം നടത്തി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. നരേന്ദ്രമോദി വരുന്നത് പ്രമാണിച്ച് അഹമ്മദാബാദിൽ വൻ സുരക്ഷയൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആസ്ട്രോയായ ശർമിഷ്ഠ സോഷ്യൽ മീഡിയ നടത്തിയ പ്രവചനം ഇങ്ങനെയാണ്: വൻ ദുരന്തങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രവചിച്ചതാണ് എന്ന അവകാശവാദവുമായി പല ജ്യോതിഷികളും രംഗത്തെത്താറുണ്ട്. ഇന്നലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന വൻ ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ ഒരു വിമാന ദുരന്തം ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. ആ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ശർമിഷ്ഠയുടെ വാക്കുകൾ യാഥാർത്ഥ്യമായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവർ പ്രവചിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. താൻ നേരത്തെ കാരണം ഇവരിത് 2024 തന്നെ പ്രവചിച്ചിരുന്നു. പിന്നീട് 2025 ജൂൺ 5-ാം തീയതിയും ഇവർ വീണ്ടും ഇതേ പ്രവചനം നടത്തിയിരുന്നു. ഇന്ത്യയിൽ വലിയ തോതിലുള്ള വിമാന ദുരന്തം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതുവരെ ഇന്ത്യ കാണാത്ത വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 249ഓളം പേർ മരണപ്പെട്ടു. ഈ വിമാനത്തിൻ്റെ ചിറകുകൾ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ് വന്ന് പതിച്ചത്. BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഒരു ഭാഗത്താണ്. ആ ഭാഗത്തുള്ളവർക്കും ഏകദേശം 24 പേരോളം മരിച്ചു എന്നാണ് പറയുന്നത്. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. മേഘ്ലാ നഗറിനടുത്ത് വച്ചുള്ള ധൻപൂരിലാണ് ഉച്ചയ്ക്ക് 1:07 വിമാനം തകർന്ന് വീഴുന്നത്. അപ്പോൾ വിമാനം തകർന്ന് വീഴുന്നതിനെ പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊരു അട്ടിമറിയാണോ എന്നുള്ള സൂചനയാണ് പലരും പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അതിൽ സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് വ്യോമയാന മന്ത്രാലയം ഇതിൻ്റെ സ്ഥിരീകരണങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു അട്ടിമറി സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എൻജിൻ തകരാറ് തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്.
വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ, UK-യിൽ 20 വർഷത്തോളം താമസമാക്കിയ ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹമാണ് രക്ഷപ്പെട്ടത്. അതും അതിസാഹസികമായി അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പോറലൊന്നും അദ്ദേഹത്തിന് ഏറ്റിട്ടില്ല. കണ്ണിലും നെഞ്ചിലും കാലിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിലും അതൊന്നും വലിയ ഗുരുതരമായ പരിക്കുകളല്ല, നിസ്സാരമായ പരിക്കുകളെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇത് ഈ എയർ ഇന്ത്യ വിമാനം തകർന്നത് നമ്മൾ നിസ്സാരമായി കാണണ്ട. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ അതുകൊണ്ടാണ് ആ സംഭവം നടന്ന സമയം തന്നെ എത്രയും പെട്ടെന്ന് അഹമ്മദാബാദിലെത്തിയത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നേരിട്ടെത്തി സന്ദർശനം നടത്തുന്നുണ്ട്. പല സംഭവങ്ങളും, വീഴ്ചകളെ സംബന്ധിച്ച് പല കാര്യങ്ങളും പല വിദഗ്ധരും വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊക്കെയുള്ളത് പുറത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിമാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിച്ച് വരികയാണ്. ആ പരിശോധന ജീവിച്ചിരിപ്പുള്ള ഒരാൾ, വിശ്വാസ് കുമാർ രമേശ്, അദ്ദേഹത്തിന് മാത്രമേ ഈ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഈ വിമാനത്തിനകത്ത് എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവാനായി, അതായത് കൃത്യമായി കാര്യങ്ങൾ പറയേണ്ട തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിലയിലുകളില്ല. കാരണം വലിയൊരു ദുരന്തം മുന്നിൽ കണ്ട ആളാണ് അദ്ദേഹം. ഇതിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തനാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം കൃത്യമായി, അല്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം ഒന്ന് മാനസികമായി തയ്യാറാകുന്നത്, ആ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. എന്നാലും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകും, അതിലൊരു സംശയവും വേണ്ട. പക്ഷികൾ ഇടിച്ചതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡ്രോണുകൾ ഉപയോഗിച്ച് വിമാനം തകർത്തതായിട്ടുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട് നേരത്തെയും എയർ ഇന്ത്യ തകർക്കാനും അതിലെ പല ആളുകളും മാനേജ്മെൻറ്റും ഒക്കെ ചേർന്ന് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും ചൈനീസ്, പാകിസ്ഥാൻ, ഖാലിസ്ഥാൻവാദികൾ, ചില മിഡിൽ ഈസ്റ്റിലെ ചില തൽപര കക്ഷികൾ, ഇന്ത്യ വിരുദ്ധമായ, ഇന്ത്യക്കെതിരെ, ഇന്ത്യ വളരുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ, അങ്ങനെ നമുക്ക് ചുറ്റും കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്നുണ്ടാക്കിയ എന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.